അമീൻസിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് അമീൻസ് പഠിക്കാം. അപ്പോൾ എന്താണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്? ഒരു കോമ്പൗണ്ടിന് ഒരു മാറ്റവും വരുത്താതെ തന്നെ നമുക്ക് മെഷർ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന പ്രോപ്പർട്ടീസിനെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അമീൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്യുവർ അമീൻസ് ആർ കളർലെസ് ബട്ട് ഡെവലപ്പ് കളർ ഓൺ കീപ്പിംഗ് ഇൻ എയർ ഡ്യൂ ടു എയർ ഓക്സിഡേഷൻ. സാധാരണയായിട്ട് പ്യുവർ അമീൻ കോമ്പൗണ്ട്സ് കളർലെസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ഇവ എയറിൻ്റെ പ്രസൻസിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് ചെറിയ രീതിയിലുള്ള കളർ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ട് അനാലിസിസ് ലാബുകളിൽ ചെയ്യുമ്പോൾ അമീൻസ് സാധാരണയായിട്ട് ചെയ്യാറുണ്ട് അല്ലേ, പ്രൈമറി അമീൻസ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അമീൻസിൻ്റെ കളറ്? ഒരു പുതിയ ബോട്ടിലിൽ നിന്ന് ആണ് അമീൻ എടുക്കുന്നതെങ്കിൽ അത് സാധാരണയായിട്ട് കളർലെസ് ആയിട്ടാണ് കാണപ്പെടുക. എന്നാൽ ഈ ബോട്ടിൽ കുറച്ച് നാളുകളായിട്ട് പൊട്ടിച്ച് വെച്ചിട്ട് ഉള്ള ഒന്നിൽ നിന്നാണ് എങ്കിൽ കളറ് നമുക്കൊരു ലൈറ്റ് ബ്രൗൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് പറയുന്നത് പ്യുവർ അമീൻസ് ആർ കളർലെസ് ബട്ട് ഡെവലപ്പ് കളർ വെൻ ഇറ്റ് സ്റ്റോർ അണ്ടർ എയർ. ദിസ് ഈസ് ഡ്യൂ ടു എയർ ഓക്സിഡേഷൻ. എയർ ഓക്സിഡേഷൻ നടക്കുന്നത് മൂലമാണ് ഇവിടെ ഒരു കളറ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഓർഡർ ഓഫ് അമീൻസ്. എന്താണ് അമീൻസിൻ്റെ ഓർഡർ? ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് അല്ലേ. അമീൻസ് ആർ ജനറലി ഫിഷി ഓർഡർ സബ്സ്റ്റൻസസ്. ഫിഷി ഓർഡർ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാണ് അമീൻസ്. ഈ സാധാരണയായിട്ട് അമീൻസ് ഏത് രൂപത്തിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ലോവർ ആലിഫാറ്റിക് മെമ്പേഴ്സ് ഗ്യാസസ് ആയിട്ട് കാണപ്പെടുന്നു. എന്നാൽ 3 അതിലധികമോ കാർബൺ ആറ്റംസ് ഉള്ള പ്രൈമറി അമീൻസ് ലിക്വിഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിലും കൂടുതൽ കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ അവ സോളിഡ് രൂപത്തിൽ കാണപ്പെടുന്നു. അതായത് അമീൻസ് ഗ്യാസ് രൂപത്തിലുണ്ട്, ലിക്വിഡ് രൂപത്തിലുണ്ട്, സോളിഡ് രൂപത്തിലുണ്ട്. ഹയർ ഓർഗാനിക് അമീൻസ് ആണ് അല്ലെങ്കിൽ ഹയർ അമീൻസിലെ മെമ്പേഴ്സാണ് സാധാരണയായിട്ട് സോളിഡ് രൂപത്തിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചു. ഓർഡർ എന്താണ്, അപ്പിയറൻസ് എന്താണ്, അതുപോലെ തന്നെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്താണ് എന്ന്. ഇനി ആരോമാറ്റിക് അമീൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആരോമാറ്റിക് അമീൻസ് മിക്കവയും ടോക്സിക് ആണ്. അതായത് വിഷാംശം ഉള്ള കോമ്പൗണ്ടുകളാണ് കൂടുതൽ ആരോമാറ്റിക് അമീൻസും. സോ ആരോമാറ്റിക് അമീൻസ് ആർ ടോക്സിക് ഇൻ നേച്ചർ. അമീൻസിൻ്റെ സോല്യുബിലിറ്റി എന്ന പ്രോപ്പർട്ടി എങ്ങനെയാണ്? ലോവർ ആലിഫാറ്റിക് മെമ്പേഴ്സ് ക്യാൻ ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ. സോ ഇറ്റ് ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ. ലോവർ ആലിഫാറ്റിക് മെമ്പേഴ്സിന് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്? നമുക്കറിയാം അമീൻസിൽ NH2 അല്ലെങ്കിൽ N ഉണ്ട് അല്ലെ, നൈട്രജൻ ഉണ്ട്. അപ്പോൾ ഈ N എന്ന് പറയുന്ന ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് വാട്ടർ മോളിക്യൂളിലെ ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. ഇത്തരത്തിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ലോവർ ആലിഫാറ്റിക് മെമ്പേഴ്സ് എല്ലാം തന്നെ വാട്ടറിൽ സോല്യുബിൾ ആണ്. അപ്പം എപ്പോഴാണ് ഈ അമീൻസിൻ്റെ സോല്യുബിലിറ്റി കുറയുന്നതെന്ന് നോക്കൂ. The solubility of amines decreases with increasing in the molar mass. This is due to increase in the hydrophobic part, which retard the formation of hydrogen bond, and hence aromatic amines are not soluble in water. അമീൻസിൻ്റെ മോളിക്കുലാർ മാസ് കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് സംഭവിക്കും? അവയുടെ ഹൈഡ്രോഫോബിക് പാർട്ടിൻ്റെ മാസും കൂടും അല്ലേ. അപ്പോൾ ഹൈഡ്രോഫോബിക് പാർട്ട് എന്ന് പറയുമ്പോൾ വാട്ടർ റിപ്പല്ലിംഗ് ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ അരൈൽ ഗ്രൂപ്പുകളെല്ലാം തന്നെ. അപ്പോൾ മോളിക്കുലാർ മാസ് കൂടുതലുള്ള അമീൻസിൻ്റെ ഹൈഡ്രോഫോബിക് പാർട്ട് കൂടുന്നതിനനുസരിച്ചിട്ട് അവയ്ക്ക് വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാണ്ടായി വരുന്നു. അപ്പോൾ ഹൈഡ്രോഫോബിക് പാർട്ട് കൂടുതലുള്ള അമീൻസ് എല്ലാം തന്നെ വാട്ടറിൽ ഇൻസോല്യുബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അമീൻസിനെ പറ്റി പറയുമ്പോൾ ഹയർ മെമ്പേഴ്സ് വാട്ടറിൽ ഇൻസോല്യുബിൾ ആണ്. അവയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളാണ് ആരോമാറ്റിക് അമീൻസ്. അപ്പോൾ ആരോമാറ്റിക് അമീൻസിലുള്ള ബെൻസീൻ റിംഗ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ബെൻസീൻ റിംഗ് അവിടെ വാട്ടർ റിപ്പലിംഗ് ആണ് അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഹൈഡ്രോഫോബിക് എൻഡുള്ള ആരോമാറ്റിക് അമീൻസ്
വാട്ടറിൽ ഇൻസോല്യൂബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് സാധാരണയായിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഈസ് അമീൻസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ? വൈ? അലിഫാറ്റിക് അല്ലെങ്കിൽ ലോവർ മെമ്പേഴ്സ് ഓഫ് അമീൻസ് ആർ soluble in water because they can form hydrogen bond with water molecules. But in the case of higher members, as the molecular mass of this compound increases and the hydrophobic part getting increases, they retard the formation of hydrogen bond with water. And hence, for higher members, it is insoluble in water. ഉദാഹരണമാണ് aromatic amines. Aromatic amines are insoluble in water. അമീൻസിൻ്റെ ബോയിലിംഗ് പോയിൻറ്റ്സ് എങ്ങനെയാണ്? അമീൻ്റെ ബോയിലിംഗ് പോയിൻറ്റിനെ പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അമീൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കണം. നമുക്കറിയാം അമീൻസിൽ നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആണ്, ഹൈഡ്രജൻ ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അമീൻസ് ആർ ജനറലി കൺസിഡേർഡ് ആസ് പൊളാർ മോളിക്യൂൾ. ഇവിടെ ഒരു ചാർജ് സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് അമീൻസ് ഒരു പൊളാർ മോളിക്യൂളാണ്. അപ്പോൾ അമീൻസ് പൊളാർ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ഫോം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഈ അമീൻസിന് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയിരിക്കും? ഡ്യൂ ടു ദിസ് ഫോർമേഷൻ ഓഫ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്, അമീൻസ് ആർ ഹാവിങ് ഹയർ ബോയിലിംഗ് പോയിന്റ്. അമീൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് സാധാരണയായിട്ട് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അമീൻസിൻ്റെ ബോയിലിംഗ് പോയിന്റിനെ മെഷർ ചെയ്യാനായിട്ട് സാധിക്കുക? ദാറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ദിസ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഓൾ ദിസ് ഇന്റർമോളിക്കുലർ അസോസിയേഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ബോണ്ടിങ്. എത്രത്തോളം ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്റർമോളിക്കുലാർ അസോസിയേഷൻ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിട്ടുള്ള അമീൻസിൻ്റെ കേസിൽ അവയുടെ ബോയിലിംഗ് പോയിന്റും കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രൈമറി അമീനിൽ നമുക്കറിയാം 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ, അതുകൊണ്ട് തന്നെ 2 ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. എന്നാൽ സെക്കൻഡറി അമീൻസിലേക്ക് വരുമ്പോഴോ NH ഗ്രൂപ്പേ ഉള്ളൂ, അപ്പോൾ അതിൽ 1 ഹൈഡ്രജനേ ഉള്ളൂ. So it can only form only 1 intermolecular hydrogen bonding. എന്നാൽ tertiary amines-ന്റെ കേസിലോ അവിടെ ഹൈഡ്രജൻ ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിളുമല്ല. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ വി സേ ദ ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് അമീൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിട്ടുള്ളത് പ്രൈമറി അമീൻസിൻ്റെ കേസിലാണ്, പിന്നീട് സെക്കൻഡറി അമീൻസ് ആണ്. tertiary amines-ന്റെ കേസിൽ intermolecular hydrogen bonding possible അല്ല. So we can say that the order of boiling point of amines is primary amine is greater than secondary amine is greater than tertiary amine. Primary amines-നാണ് secondary amine-നേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് വരുന്നത്. ഇത് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രൈമറി അമീൻസിലുള്ള ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കൂ, RNH2 എന്നുള്ളത് ഒരു പ്രൈമറി അമീനെ സൂചിപ്പിക്കുന്നു. ഇങ്ങനെ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? നൈട്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആണ്, സോ ഇറ്റ് ഈസ് ഹാവിങ് സ്ലൈറ്റ് നെഗറ്റീവ് ചാർജ്. ഹൈഡ്രജൻ ഈസ് ഹാവിങ് സ്ലൈറ്റ് പോസിറ്റീവ് ചാർജ്. ഇത്തരത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഹൈഡ്രജൻ തൊട്ടടുത്ത പ്രൈമറി അമീനിലെ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജനുമായിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഫോം ചെയ്യുന്നു. ഇതിനെയാണ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. ഡ്യൂ ടു ദിസ് പ്രസൻസ് ഓഫ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, പ്രൈമറി അമീൻസ് ആർ ഹാവിങ് മോർ ബോയിലിംഗ് പോയിന്റ് ആസ് കമ്പയർഡ് ടു സെക്കൻഡറി ആൻഡ് tertiary. ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ആറ്റത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അമീൻസിന് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലേ? എന്നാൽ ഈ അമീൻസിൻ്റെ ഹൈഡ്രജൻ ബോണ്ട് ആൽക്കഹോൾസിലും കാർബോക്സിലിക് ആസിഡ്സിലുമുള്ള ഹൈഡ്രജൻ ബോണ്ടുമായിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്ന് വിചാരിക്കുക. ഏതായിരിക്കും കൂടുതൽ സ്ട്രോങ്ങർ? അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും ഇലക്ട്രോ നെഗറ്റിവിറ്റി ഒന്ന് കണക്കാക്കണം. നൈട്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി 3ഉം ഓക്സിജൻ്റേത് ഇലക്ട്രോ നെഗറ്റിവിറ്റി 3.5 ആണ്. അപ്പോൾ ഇവിടെ നൈട്രജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓക്സിജൻ്റേതിനേക്കാൾ കുറവായതുകൊണ്ട് തന്നെ അമീൻസ് ഫോം വീക്കർ ഹൈഡ്രജൻ ബോണ്ട് ദാൻ ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. നമുക്കറിയാം ആൽക്കഹോൾസിലും കാർബോക്സിലിക് ആസിഡിലും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ ആറ്റത്തിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് അവ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. അമീനിലാണെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ ഉള്ളത് കൊണ്ടാണ്
ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ നൈട്രജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓക്സിജൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റിയേക്കാൾ കുറവായതിനാൽ അമീൻസ് ഫോം വീക്കർ ഹൈഡ്രജൻ ബോണ്ട് ദാൻ ആൽക്കഹോൾസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഇവയെല്ലാം തന്നെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമെങ്കിലും അമീൻസിൻ്റെ ഹൈഡ്രജൻ ബോണ്ടിങ് ആൽക്കഹോൾസിനെയും കാർബോക്സിലിക് ആസിഡിനെയും അപേക്ഷിച്ച് കുറച്ചുകൂടെ വീക്കറാണ് എന്ന് പ്രത്യേകം ഓർക്കണം. അമീൻസ്, ആൽക്കഹോൾസ്, അതുപോലെ ആൽക്കെയിൻസ്, ഇവയുടെ എല്ലാം തന്നെ ബോയിലിംഗ് പോയിന്റുകൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അമീൻ, ആൽക്കഹോൾ ആൻഡ് ആൽക്കെയിൻ ഓൾമോസ്റ്റ് ദേ ആർ ഹാവിങ് സെയിം മോളാർ മാസ്. ഒരേ മോളാർ മാസ് വരുന്ന ചില അമീൻസിനെയും അതുപോലെ തന്നെ ആൽക്കഹോൾസിൻ്റെയും ആൽക്കെയിൻസിൻ്റെയും ബോയിലിംഗ് പോയിന്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇവിടെ ഈ ബോക്സിൽ നമുക്ക് അമീൻസ്, ആൽക്കെയിൻസ്, ആൽക്കഹോൾ ആണ് തന്നിരിക്കുന്നത്. ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രൈമറി അമീൻ, സെക്കൻഡറി അമീൻ, ടേർഷ്യറി അമീൻ അല്ലേ. ഇവിടെ ഓൾമോസ്റ്റ് സെയിം മോളാർ മാസ് 73 വരുന്ന കോമ്പൗണ്ടുകളാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മോളാർ മാസ് സെയിം ആണെങ്കിലും ബോയിലിംഗ് പോയിന്റ് ഒന്ന് നോക്കൂ. നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് പ്രൈമറി അമീൻ ഈസ് ഹാവിങ് മോർ ബോയിലിംഗ് പോയിന്റ് ദാൻ സെക്കൻഡറി ദാൻ ടേർഷ്യറി. കാരണം എന്തുകൊണ്ടാണ്? പ്രൈമറി അമീനാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ അവയുടെ ബോയിലിംഗ് പോയിന്റ് സെക്കൻഡറിയേക്കാളും ടേർഷ്യറിയേക്കാളും കൂടിയിരിക്കുന്നു. ഇനി ഈ അമീൻസിന്റെ ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ആൽക്കഹോൾ ഇവിടെ ഏകദേശം സെയിം മോളാർ മാസ് ഉള്ള മോളാർ മാസ് 74 വരുന്ന ഒരു കോമ്പൗണ്ട് ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ആൽക്കഹോളിന്റെ ബോയിലിംഗ് പോയിന്റ് അമീൻസിനേക്കാൾ കൂടുതലായിട്ട് കാണപ്പെടുന്നു അല്ലേ. 390.3 ആണ് തന്നിരിക്കുന്നത്. ഇനി ആൽക്കെയിനെ കൺസിഡർ ചെയ്ത് നോക്കൂ. ഇവിടെ C2H5 CH3 ട്വൈസ് എന്നൊരു ആൽക്കെയിൻ തന്നിട്ടുണ്ട്. ഈ ആൽക്കെയിൻ്റെ ബോയിലിംഗ് പോയിന്റ് അമീനിനേക്കാളും ആൽക്കഹോളിനേക്കാളും കുറവായിട്ടാണ് കാണപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ ആൽക്കഹോൾസിനെയും അമീൻസിനെയും ആൽക്കെയിൻസിനെയും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾസ് ആർ ഹാവിങ് ഹയർ ബോയിലിംഗ് പോയിന്റ് ദാൻ അമീൻസ് ആൻഡ് ദാൻ ആൽക്കെയിൻസ്. ഇത്രയുമാണ് അമീൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്.